പ്രിയപ്പെട്ടവരെ, വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെ എപ്രകാരമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് 17/8/2025 തൊട്ട് 16/7/2026 വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടും കുടുംബപരമായിട്ടും ധനപരമായിട്ടും സാമൂഹ്യപരമായിട്ടൊക്കെ എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ വർദ്ധിച്ചു വരുവാനും ഇതിൻ്റെ ദോഷങ്ങൾ ശമിക്കുവാനും വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ ഉൾപ്പെടെയാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജ്യോതിഷ കുതുകികളായിട്ടുള്ള ഏവർക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. പൂർണ്ണമായിട്ടും കാണുവാൻ ശ്രമിക്കുക. നമസ്കാരം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ RJ അയ്യർ, ഹരിചന്ദ്രമഠം. ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ, ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിത്യേന നിങ്ങളുടെ മൊബൈൽ ഫോണിൽ രാവിലെ തന്നെ ലഭ്യമാകുവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് വഴിക്ക് ചാനലിൽ പ്രവേശിക്കുക. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും നേട്ടമുള്ള ഒരു കാര്യം പറയുകയാണ്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുവാനും ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു. കാരണം ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനുമായിട്ട് മാത്രമായിരിക്കും സാധിക്കുക. അത് നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ ഈ മാർഗങ്ങളായിരിക്കും ഉപകരിക്കപ്പെടുക. കൊല്ലവർഷം 1200 കർക്കിടക മാസം 31-ാം തീയതി രാത്രി 1:52 കാർത്തിക നക്ഷത്രം 4-ാം പാദത്തിൽ ഇടവക്കൂറിൽ ചിങ്ങരവി സംക്രമം നടക്കുകയാണ്. ആരോഗ്യപരമായിട്ട് വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര കണ്ട് ഗുണപ്രദമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കില്ല. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുവാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല, കാലുകളുമായി ബന്ധപ്പെട്ട ചില അസുഖങ്ങളെ അവഗണിക്കുന്നത് പിന്നീട് കഠിനതരമാകാനുള്ള സാധ്യത കൂടുതലാണ്. പഴകിയതും പലതരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിച്ചിട്ടും ഭേദമാകാത്ത അസുഖങ്ങൾ പുതിയ ചില ചികിത്സാ മാർഗത്തിലൂടെ അതിനൊരു ശമനം കൊണ്ടുവരാൻ കഴിയുന്നതാണ്. എല്ല് തേയ്മാനം, പല്ലുകളുമായി ബന്ധപ്പെട്ട രോഗങ്ങളുള്ളവർ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതാണ്. സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വരുന്നതാണ്. തൊഴിൽപരമായിട്ട് കാലം അത്ര കണ്ട് മോശപ്പെട്ടതല്ല. പുതിയ തൊഴിലിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ്. തൊഴിലിടത്ത് ഉണ്ടാകുന്ന മാനസികപരമായിട്ടുള്ള സമ്മർദ്ദങ്ങളെ മറികടക്കുവാനുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നതാണ്. പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് തങ്ങളുടെ പരിശ്രമം കൊണ്ട് അത് നേടിയെടുക്കുവാൻ കഴിയുന്നതാണ്. തൊഴിലിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പരീക്ഷകളിലൊക്കെ മികച്ചതായ വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും തുറന്നു കിട്ടുന്നതാണ്. എന്നാൽ കരാർ വേതനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് കാലം പ്രതികൂലമാണ്. അതുകൊണ്ട് തന്നെ പുതിയ തൊഴിലവസരങ്ങൾ അവർ പരമാവധി പ്രയോജനപ്പെടുത്തണം. കാരണം പെട്ടെന്ന് തൊഴിൽ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് വല്ലാത്ത മാനസിക ആഘാതം വന്നുകൂടും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ധനസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ തിരിച്ചു കിട്ടുകയില്ല എന്ന് കരുതിയിരുന്ന ചില പഴയ കടബാധ്യതകളൊക്കെ കുറച്ചളവിലൊക്കെ നമുക്ക് തിരികെ കൈവശം വന്നു ചേരാനുള്ള അവസരമുണ്ട്. ഭാരിച്ച ചെലവ് വരുത്തുന്ന പദ്ധതികളിൽ നിന്ന് ഈ ഒരു കാലയളവിൽ ഒഴിഞ്ഞു നിൽക്കുന്നത് നല്ലതായിരിക്കും. കൂട്ടു ബിസിനസ്സുകളിൽ കൂടുതൽ ലാഭം പ്രതീക്ഷിച്ച് എടുത്തു ചാടരുത്. ബിസിനസ്സിന്റെ സ്വഭാവം വ്യക്തമായി പഠിച്ചതിന് ശേഷം ഗുണകരമെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാവുന്നതാണ്. തൊഴിലിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതിലൂടെ ഇൻക്രിമെന്റ്, സ്ഥാനക്കയറ്റം മുതലായവ പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിലിൽ സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ്. കുടുംബസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ കുടുംബത്തിൽ താരതമ്യേന മംഗളകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് തെളിയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചില രോഗങ്ങൾ ഉണ്ടായി വരുമെങ്കിലും ഈശ്വരാനുഗ്രഹത്താൽ അത് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. മാതാപിതാക്കളും മക്കളും തമ്മിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ ചൊല്ലി ശണ്ഠയുണ്ടാവാൻ സാധ്യതയുണ്ട്. കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെടുത്തി അമിതമായ ഉത്കണ്ഠ അമ്മമാരിൽ വർദ്ധിച്ചു വരുന്നതാണ്.
ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ആവശ്യമില്ലാത്ത വിഷയത്തിന്റെ പേരിൽ പരസ്പര ആരോപണം ഉന്നയിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. വിവാഹമോചനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദാമ്പത്യ ബന്ധം മധ്യസ്ഥരുടെ ശ്രമം കൊണ്ട് ഇപ്പോഴത്തെ കാലയളവിൽ ആ അവസ്ഥയിൽ നിന്നൊരു മാറ്റം കൈവരുന്നതാണ്. ദാമ്പത്യ ജീവിതം വീണ്ടും പഴയപടിയാകാനുള്ള ചില സൂചനകൾ ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അയൽക്കാരുമായ അനാവശ്യമായ ചില തർക്കങ്ങൾക്ക് ഇടയുണ്ടാകാം. അത് പരമാവധി ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇനി നമുക്ക് ഓരോ മാസത്തെയും പ്രധാന കാര്യങ്ങളിലേക്ക് വരാം. ചിങ്ങമാസത്തിൽ ഓട്ടോ, ടാക്സി അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് കാലം അത്ര അനുകൂലമല്ല. വാഹനത്തിലുള്ള സഞ്ചാരം വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ഏറ്റെടുത്ത പല പദ്ധതികളും വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ കഴിയുന്നതാണ്. മംഗളകരമായിട്ടുള്ള പല കർമ്മങ്ങളും വീട്ടിൽ സംഭവിക്കും. ദീർഘദൂരത്തേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട്. തൊഴിലിൽ ഉന്മേഷക്കുറവ് അനുഭവപ്പെടുന്നതാണ്. ചില വ്യക്തികൾ നമുക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിച്ചേക്കാം. കന്നിമാസത്തിൽ പഠനപരമായിട്ടുള്ള മികവ് പുലർത്തുന്നതാണ്. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന സ്ഥലത്ത് സന്ദർശനം നടത്തുവാനുള്ള അവസരമുണ്ട്. സമൂഹത്തിലെ പ്രശസ്തരായ വ്യക്തികളുമായിട്ട് സൗഹൃദമുണ്ടാക്കുവാൻ കഴിയുന്നതാണ്. പുതിയ പ്രണയബന്ധങ്ങൾ വന്നു ചേരുന്നതാണ്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ തുറന്നു കിട്ടുന്നതാണ്. തുലാമാസത്തിൽ പുതിയ വീടിന് പ്ലാൻ ചെയ്യുവാനോ പുതുക്കി പണികലുകൾ നടത്താനോ സാധ്യത കാണുന്നുണ്ട്. വസ്തു മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കൊല്ലം അതിനുള്ള അവസരം ഉണ്ടായി വരുന്നതാണ്. ബന്ധുക്കളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ അനാവശ്യമായി കയറി ഇടപെടുന്നത് നമ്മുടെ മനസ്വസ്ഥതയെ കുറയ്ക്കാൻ കാരണമാകും. നൃത്തം, സംഗീതം മുതലായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാലയളവായിരിക്കും ഇത്. വൃശ്ചിക മാസത്തിൽ ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന പുണ്യക്ഷേത്രം സന്ദർശിക്കുവാനുള്ള അവസരം കൈവരുന്നതാണ്. പുതിയ വാഹനങ്ങൾ മേടിക്കാനുള്ള യോഗമുണ്ട്. കലാകാരന്മാർക്കും കലാകാരികൾക്കും പുതിയ അവസരങ്ങൾ കൈവരുന്നതാണ്. ഉപകാരപ്രദമായിട്ടുള്ള ചില വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകാം എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ ജാഗ്രത പാലിക്കണം. ഒഴുക്കുവെള്ളവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ വളരെ സൂക്ഷിക്കേണ്ട കാലയളവാണ് ഇത്. ധനുമാസത്തിൽ വീഴ്ച, മുറിവ് മുതലായ കാര്യങ്ങൾ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങൾ വഴി നേട്ടമുണ്ടാക്കാൻ കഴിയുന്നതാണ്. വനിതകൾക്ക് തങ്ങളുടെ തൊഴിൽ പരിധിയിൽ കൂടുതൽ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ്. രോഗങ്ങൾക്ക് നല്ല മരുന്ന് ചികിത്സയിലൂടെ ശമനം കൈവരിക്കാൻ കഴിയുന്നതാണ്. വീട്ടിൽ പുതിയ വളർത്തുമൃഗങ്ങളെ മേടിക്കുവാനുള്ള യോഗമുണ്ട്. മകരമാസത്തിൽ അലസത മൂലം തൊഴിലിൽ ചില പ്രയാസങ്ങൾ നേരിടുന്നതാണ്. മേലധികാരികളിൽ നിന്നുള്ള കോപത്തെ ഈ ഒരു കാലയളവിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പഠനത്തിനായിട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട്. എന്നാൽ പോകുന്ന രാജ്യത്തെ സുരക്ഷിതാവസ്ഥയെ കണക്കിലെടുത്തിട്ട് വേണം യാത്ര പ്ലാൻ ചെയ്യുവാൻ. കണ്ണുകളുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ ഉണ്ടായി വരുന്നതാണ്. വാഹനം ഓടിക്കുമ്പോൾ കൂടുതലായിട്ടുള്ള ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട്. കുംഭമാസത്തിൽ കുടുംബക്ഷേത്ര ദർശനം നടത്താനുള്ള യോഗം കാണിക്കുന്നു. വ്യക്തമായ ധാരണയില്ലാതെ ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് പൊതുസമൂഹത്തിൽ അപഹസിക്കപ്പെടാൻ കാരണമായി തീർന്നേക്കാം. ഏറ്റെടുത്ത സൽക്കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ്. വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം വൈകി നിൽക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ആലോചനകൾ വന്നു ചേരുന്നതാണ്. മീനമാസത്തിൽ തിരഞ്ഞെടുപ്പുകളിൽ വിജയം കൈവരിക്കാൻ പറ്റുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യതകൾ തുറന്നു കിട്ടുന്നതാണ്. ചിട്ടി, ലോൺ മുതലായവ ലഭ്യമാകാൻ അവസരമുണ്ട്. വീട് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും കിട്ടുന്നതാണ്. മേടമാസത്തിൽ വസ്തുവകകൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട്. എന്നാൽ പ്രതീക്ഷിച്ചതിൽ താഴെ വിലയ്ക്കായിരിക്കും കൊടുക്കാൻ കഴിയുക. വാക്ക് തർക്കങ്ങളിൽ മധ്യസ്ഥത വഹിച്ച് സമാധാനം കൈവരിക്കാൻ കഴിയുന്നതാണ്. റെയിൽവേ, ബസ് മുതലായ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമായിട്ടുള്ള കാലയളവാണ്. തൊഴിലിൽ കൂടുതൽ സുരക്ഷിതത്വം നേടുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടുള്ള പുതിയ മാർഗങ്ങൾ സ്വീകരിക്കുന്നതാണ്. ഇടവമാസത്തിൽ വൈറസ് സംബന്ധമായ ചില രോഗങ്ങൾക്ക് കാരണമുണ്ട്. വൈകുന്നേര സമയത്തുള്ള ഭക്ഷണത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം. ഫുഡ് പോയ്സൺ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ പുറം ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. വീട്ടിൽ മംഗളകരമായിട്ടുള്ള ചില വസ്തുക്കൾ മേടിക്കാനുള്ള യോഗമുണ്ട്. പിണക്കത്തിലായിരുന്ന സുഹൃത്തുക്കളുമായിട്ട് രമ്യതയിൽ എത്തിച്ചേരാൻ കഴിയുന്നതാണ്. മിഥുനമാസത്തിൽ അപരിചിതരുമായിട്ടുള്ള ഇടപെടൽ വളരെയധികം സൂക്ഷിച്ചു വേണം. വീടും പരിസരവും കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കണം. കള്ളന്മാരുടെ ആഗമനം ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണം. ഓൺലൈൻ ബിസിനസ്സുകളിലും മറ്റും ശ്രദ്ധ വയ്ക്കണം. ബാങ്കിങ് ഇടപാടുകളിലും വളരെ ജാഗ്രത കൊടുക്കണം. ഓൺലൈൻ വഴിക്കും തട്ടിപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലയളവാണ്. വിദേശത്ത് നിന്ന് ചില സഹായങ്ങൾ ലഭ്യമാകുന്നതാണ്. കർക്കിടക മാസത്തിൽ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. തുറന്നുള്ള പറച്ചിലിലൂടെ ചില വ്യക്തികളുമായിട്ട് ശത്രുതയിലാകാൻ സാധ്യതയുണ്ട്. വീട്ടിൽ പുതിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ഫർണിച്ചറുകളോ മേടിക്കാനുള്ള സാധ്യത കാണുന്നു.
മദ്യം, ലഹരി മുതലായ ദുഷിച്ച വഴികളിലേക്ക് വീണുപോകാനുള്ള സാഹചര്യം ഈ ഒരു കാലയളവിലുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തികൾ ഈ കാര്യത്തിൽ ആത്മസംയമനം പാലിക്കേണ്ടതാണ്. കലാകായിക രംഗങ്ങളിൽ വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ്. ആത്മീയമായ പാതയിലേക്കുള്ള ശ്രദ്ധ കൂടുതൽ പുലർത്താൻ കഴിയുന്ന കാലയളവാണ്. അത് ജീവിതത്തിന് കൂടുതൽ ശ്രേഷ്ഠത നൽകുന്നതായിരിക്കും. ഈ വർഷത്തെ പൊതുഫലങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഇനി ഇതിലെ ഗുണങ്ങൾ വർദ്ധിച്ചു വരാനും ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനുമുള്ള കുറച്ച് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. മഹാദേവ ക്ഷേത്രത്തിൽ മാസത്തിലെ 1-ാം തീയതി തോറും ജലധാരയും പിൻവിളക്കും കഴിപ്പിക്കുക. മഹിഷാസുര മർദിനി യന്ത്രം ഏലസായിട്ട് ധരിക്കുക. അയ്യപ്പ ക്ഷേത്രത്തിൽ അഷ്ടോത്തര പുഷ്പാഞ്ജലി മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച തോറും നടത്തുക. ഗണപതിക്ക് ചതുർത്ഥി തോറും കർഗമാല ചാർത്തി നാളികേരം മുടക്കുക. വീട്ടിൽ ശ്രീയന്ത്രം സ്ഥാപിച്ച് ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ നെയ്വിളക്ക് തെളിയിക്കുക തുടങ്ങിയവ ഗുണകരമാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദന മഠം. നമസ്തേ.